തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യമാണ് നാം ഇന്ന് നോക്കുന്നത്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കന്യക എഴുത്തുപള്ളിക്കൂടത്തിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ പ്രഗത്ഭരെ തോൽപ്പിച്ചു. രസങ്ങളിൽ വെച്ച് കാമരസവും വേദനകളിൽ പ്രസവ വേദനയുമാണ് അനുഭവങ്ങളിൽ മികച്ചതെന്ന് സമർത്ഥിച്ചു. ഒരു കന്യകയുടെ ഇത്തരം അറിവിൽ സംശയിച്ചവർ അവൾക്കെതിരെ അപവാദ പ്രചരണം നടത്തി ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരെത്തി കരിവള്ളൂരപ്പനെയും രേരമംഗലത്ത് ഭഗവതിയെയും കണ്ടു വണങ്ങി തൻ്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡമൊരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. രേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട്ട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു. അവളുടെ വാക്കുകൾ കേട്ട് അമ്പരന്ന മുച്ചിലോട്ട് പടനായർ എണ്ണ മുഴുവൻ തീയിലേക്കൊഴിച്ചു. അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത് ആ സതീരത്നം തൻ്റെ ആത്മപരിശുദ്ധി തെളിയിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ്. ആത്മഹൂതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും രേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്നും മുച്ചിലോടന് മനസ്സിലാവുകയും തൻ്റെ കുലപരദേവതയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. വിവിധ സ്ഥലങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യമുണ്ടാവുകയും തൻ്റെ ശക്തി തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി എന്നും വിശ്വസിക്കപ്പെടുന്നു.